വണ്ടർല സ്റ്റഡീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൽക്കട്ട സിറ്റി വിസിറ്റ് ചെയ്യാൻ പോകണേ 6 മണിക്കൂർ കൊണ്ട് ഹൗറ സ്റ്റേഷനിൽ നിന്ന് കൽക്കട്ട സിറ്റി വിസിറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. പഴയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ ഈ ഐക്കാർഡിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിയെ പഴയ വീഡിയോ കാണും. അതിൽ എൻ്റെ സ്ക്രീൻ ടച്ച് ചെയ്ത് തിരിച്ച് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരും. അപ്പോൾ നമ്മൾ കൽക്കട്ട സിറ്റി വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൽക്കട്ട സിറ്റി 6 മണിക്കൂർ കൊണ്ട് വളരെ കുറഞ്ഞ പൈസയിൽ ഏതാണ്ട് 100 രൂപ താഴെ ചിലവ് കൊണ്ട് നമ്മൾ കൽക്കട്ട സിറ്റി വിസിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഞാനിവിടുത്തെ ബോട്ട് ഷെട്ടി ഇതാണ് പ്രശസ്തമായ ഹൗറ ബ്രിഡ്ജ്. 1943 പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ബ്രിട്ടീഷുകാരുടെ വലിയൊരു പ്രയത്നമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഹുഗ്ലി റിവറാണ്. അതായത് നമ്മുടെ ബ്രഹ്മപുത്രയുടെ കൈവഴിയായ പത്മയിൽ നിന്നൊഴികി പത്മയുടെ കൈവഴിയായിട്ട് ഇവിടെ എത്തും ഹുഗ്ലിയിൽ നിന്ന് നേരെ ഇവിടെ ബംഗാൾ ഓഷ്യനിലേക്ക് എത്തുന്ന റിവറാണ്. സ്ഥലത്തേക്ക് പോകാൻ ഞാനൊരു ഫുൾ ടിക്കറ്റ് എടുത്ത് ഒരു ഫുൾ റൗണ്ട് പോയി നമ്മുടെ കൽക്കട്ട സിറ്റിയൊക്കെ നടന്നിട്ട് തിരിച്ചു വരാമെന്നുള്ളതിൽ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമുള്ളെങ്കിൽ നിങ്ങൾക്കൊരു പണിയാകുമ്പോൾ ഈ 6 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്യാം, എന്നിട്ട് തിരിച്ചു വരാം. എല്ലാ അരമണിക്കൂറിലും ഈ ബോട്ടുണ്ട്. അതിൽ ബോട്ടിൽ കയറില്ല, കുറേ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ടാവും, കുറച്ച് പൈസ അടിക്കാനുള്ള പരിപാടി. എന്തായാലും അതും ഒരു ടൈം പാസ്സാണ്. ആളുകൾ ഒരു അഡ്വഞ്ചർ രീതിയിലാണ് ബോട്ട് സവാരി ചെയ്യുന്നത്. ബോട്ടൊക്കെ ഏതായാലും ഭയങ്കര സ്ട്രോങ് ബോട്ടുകളാണ്, ഹൈറ്റുള്ള ബോട്ടുകളാണ്. എന്ത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാവുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. അപ്പോൾ നമ്മൾ അടുത്ത ഫെറിയിൽ ഇറങ്ങിയിട്ട് നമുക്കപ്പോൾ അത് സിറ്റിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കണം. നല്ല വലിയ ആളുകൾ തന്നെ അവർ ടിക്കറ്റ് കയറി പോക്കറ്റിടുക, എന്നിട്ട് അകത്തേക്ക് കയറാം. ഈ ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്. വെള്ളത്തിൻ്റെ ലെവൽ പോകുന്നതനുസരിച്ച് ഈ ബ്രിഡ്ജ് മേളിലേക്ക് കൊണ്ടുവന്നേക്കും. ഹൂഗ്ലി റിവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളി റിവറാണ്. ഇവിടെ ആളുകൾ ബലിയിടുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക്.
ഹൗറ ബ്രിഡ്ജ്. നമ്മൾ അവിടെ നിന്നാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് ദുർഗാപൂജ, നമ്മുടെ പൂജ ഹോളിഡേയ്സിൻ്റെ ഇവിടെ ഭയങ്കര ആഘോഷമാണ് കാളി പൂജ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ ഈ സമയത്താണ് വന്നത്. എൻ്റെ വീഡിയോയിൽ കാണാം, കൽക്കട്ട വീഡിയോയിൽ ഇങ്ങനെ കാളി പൂജയുടെ ഒരുക്കങ്ങൾ നടക്കുന്നത്. ഈ പ്രാവശ്യവും ഇവിടെ വന്നതായ ഏതാണ്ട് ആ സമയത്താണ് ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ അതായത് ലൈഫ് കോസ്റ്റ് വളരെ കുറവാണ്. അതായത് വളരെ ചെറിയ റെസ്റ്റോറൻറ്റുകളിലോ ചെറിയ പൈസക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ തുടങ്ങി അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഏരിയാസ് വരെ ഇവിടെയുണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കൽക്കട്ടയും ബോംബെയും. അപ്പോൾ കൽക്കട്ടയിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട്. നമ്മുടെ കാലത്ത് സ്ട്രീറ്റ് ഫുഡ് വേറെ കഴിച്ചത്. കൽക്കട്ടയിലെ റോഡുകളെന്ന് വെച്ചാൽ ഇതുപോലെ വളഞ്ഞ റോഡുകളാണ്. സോനാഹച്ചി ഏരിയ ആണ്, റെഡ് സ്ട്രീറ്റ് ഏരിയ. ഇവിടെ അറിയാതെ പോലും ഇവിടെയുള്ള ഒരുപാട് കല്ലുകളുണ്ട്. അറിയാതെ പോലും കാണാൻ വേണ്ടി ആ കല്ലിലൊന്നും ആരും പോയി ചാടരുത്. കാരണം അവർ നമ്മളെ പിടിച്ചു പറിക്കും. ഭയങ്കരമായിട്ട് പിടിച്ചുപറിയുടെ കേന്ദ്രമാണ് ഈ പറഞ്ഞ ഏരിയ. നമ്മളറിയാതെ പോലും അവിടെ പോയി എന്താണെന്ന് കാണാൻ വേണ്ടി യൂട്യൂബിലും പലതിലൊക്കെ നമ്മൾ പല സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ അതനുസരിച്ച് കാണാൻ വേണ്ടി പോലും അതിൻ്റെ അകത്ത് പോരുത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടാകുന്നു. അതിൻ്റെ അകത്തോട് വെറുതെ അതിലെ കൂടി ഞാൻ നടന്നു വന്നതാണ്. രാവിലെ 8 മണിയായിട്ടുള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ ഷട്ടിലൊക്കെ അത് പിടിച്ചു. അവർക്ക് അതിൻ്റെ അകത്ത് കയറിയതിന് 1000 രൂപ കൊടുക്കണമെന്നൊക്കെ അവരാകുന്നു. പിന്നെ നമ്മുടെ സ്ഥിരം നമ്പർ ഇറക്കി. ഞാൻ വൈദികനാണെന്ന് പറഞ്ഞ് ഇറങ്ങി. വൈദികനാണ് എന്നെ തുടരുത് എന്നൊക്കെ പറഞ്ഞൊരു നമ്പറൊക്കെ ഇട്ട് കഴിച്ചപ്പോൾ അതിൽ ഏതൊരു ദീപം എന്നെ കൊല്ലാക്കില്ല എന്നൊക്കെ. അത് കഴിഞ്ഞപ്പോൾ വേഗം എല്ലാം വിട്ടിട്ട് പറഞ്ഞു വേഗം പോയിക്കോ. ഞാൻ പറഞ്ഞു ഞാനവിടെ ബോട്ട് ഇറങ്ങി ന്യൂ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ ന്യൂ മാർക്കറ്റ് റോഡിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഇത് ഈ വഴി മാപ്പിൽ കാണിച്ചുകൊണ്ട് വന്നാൽ അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് അറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചാടിപ്പോന്നു. അപ്പോൾ എല്ലാവരുടെയും എൻ്റെ അഭിപ്രായം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി എന്താണെന്ന് എത്തി നോക്കാൻ ചെന്ന് നിൽക്കരുത്. സ്ത്രീകളുടെ മാംസക്കച്ചവടം നടക്കുന്ന ചേരികളിലൊക്കെ ഒന്നാണ്. രക്ഷപ്പെട്ട് ഞാനിപ്പോൾ ന്യൂ മാർക്കറ്റ് ഏരിയയിലാണ്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് നാഷണൽ മ്യൂസിയമാണ്. ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ നാഷണൽ മ്യൂസിയത്തിൽ വരിക. നാഷണൽ മ്യൂസിയത്തിൻ്റെ ഏരിയ പറയുന്നത് ന്യൂ മാർക്കറ്റ് എന്നാണ്. ഇപ്പോൾ ബസ്സിനൊക്കെ ആണെങ്കിൽ ന്യൂ മാർക്കറ്റ് സ്റ്റേഷനിൽ വന്നിറങ്ങുക, നേരെ ഇവിടെ വരിക. ഇതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിക്കാം. ഇവിടുത്തെ മാർക്കറ്റാണ്. വളരെ ചീപ്പായിട്ട് ഷർട്ടും പാൻറ്റും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് മൊബൈലിൻ്റെ കവറ്, അതേപോലെ സ്ക്രീൻ കാർഡുകളൊക്കെ, അതായത് ഐഫോണിൻ്റെയൊക്കെ സ്ക്രീൻ കാർഡിനൊക്കെ 100 രൂപ വരെ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. നമ്മുടെ ഷോപ്പുകളിലാണ് ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആകുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വന്ന സമയത്ത് 4-5 സ്ക്രീൻ കാർഡൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ഇതായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒട്ടിക്കുക അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് ഒട്ടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ അങ്ങനെ മേടിക്കുക. അതുകൊണ്ട് ടീഷർട്ടുകളൊക്കെ ഭയങ്കര ചീപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ ടീഷർട്ടുകളൊക്കെ ഇവിടെ കിട്ടും. അതേപോലെ നല്ല ഡിസൈനുള്ളതൊക്കെ. അതുകൊണ്ട് ലേഡീസ് ഡ്രസ്സുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു റാലിയാണ്. നിങ്ങളിവിടെ ഈ റോഡിൽ കുറേ റെയിൽപാളങ്ങൾ കാണാം.
ഇത് കൽക്കട്ടയിലെ പഴയ ട്രാമ്പിൻ്റെ അവശേഷിപ്പികളാണ്. ചില ഏരിയയിൽ ഇപ്പോഴും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടി ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ട്രാമ്പുണ്ട്, ട്രാം വേസ്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ പോകാം സമയമുള്ളെങ്കിൽ മാത്രം. പക്ഷെ നമ്മളിന്നൊരു നമുക്കാകെ 6 മണിക്കൂറേ കയ്യിലുള്ളൂ. 6 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ കൊൽക്കട്ട വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റോട്ടിൽ മുഴുവൻ ഇങ്ങനെയുള്ളത് കാണാം. ഇത് പഴയ ട്രാംവേയുടെ 1902 ഫങ്ഷനിങ്ങിലാകുന്ന ട്രാംവേയുടെ ട്രാക്കുകളാണ് ഇതൊക്കെ. ട്രാംവേയുടെ കൺട്രോൾ ഓഫീസാണ്. ഇതിന് മുമ്പിൽ പഴയ ട്രാംസൊക്കെ ഇട്ടിട്ടുണ്ട്. പഴയ ട്രാമ്പാണ്. ഇപ്പോൾ ആളുകൾ ഇതിൻ്റെ അകത്ത് തുണിയൊക്കെ ഇളക്കിയിട്ടേക്കണ എന്ത് കഷ്ടമാണുള്ളത്. ഇന്ത്യയിൽ മാത്രമേ കിടക്കും. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ടവയെല്ലാം ഇതുപോലെ കാട് കയറി അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടാതെ കിടക്കുകയാണ്. കൽക്കട്ട രാജ്ഭവനാണ്. നമ്മുടെ മമത ആൻറ്റിയുടെ സ്ഥലം. മമത ആൻറ്റി ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. ന്യൂ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്ഭവനിലേക്ക് സൈഡിൽ കൂടി നമുക്ക് ഇങ്ങനെ നടന്നു പോയാൽ മതി ഹൗറയിലേക്ക്. നമ്മൾ ഹൗറയിലെത്തി. ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ, അപ്പോൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഹൗറ ടു മൈസൂർ യാത്രകൾ കാണാം. അപ്പോൾ എല്ലാവരും തുടർച്ചയായിട്ട് എൻ്റെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക.